അങ്ങനെ ISLന്റെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 1-2 ഗോളിന്റെ പരാജയമായിരുന്നു പഞ്ചാബ് എഫ്സിക്കെതിരെ നേരിടേണ്ടി വന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു നിരാശ തന്നെയായിരുന്നു. സ്വന്തം മൈതാനത്ത് നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനമാണ് നടത്തിയത്. ഇതോടെ ഈ സീസണിലുള്ള ആരാധകരുടെ പ്രതീക്ഷകൾ ഒന്നുകൂടി മങ്ങിയിട്ടുണ്ട്. ആദ്യ പകുതിയിൽ തീർത്തും നിറം മങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് കണ്ടത്. സ്വന്തം മൈതാനത്ത് ഒരു മുന്നേറ്റം പോലും മികച്ച രീതിയിൽ നടത്താൻ കഴിയാതിരുന്ന ബ്ലാസ്റ്റേഴ്സിന് പഞ്ചാബിൻ്റെ ബോക്സിനുള്ളിലേക്ക് പന്ത് എത്തിക്കാൻ പോലും കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിൽ പകരക്കാരെ ഇറക്കിയ ടീം ഫോർമേഷനിൽ മാറ്റങ്ങൾ വരുത്തിയതോടെയാണ് ബ്ലാസ്റ്റേഴ്സ് കുറച്ചെങ്കിലും മത്സരത്തിൽ മെച്ചപ്പെട്ടത്. പന്ത് കൂടുതൽ കൈവശം വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ജീസസിനെ ഇറക്കിയത്. ഐമനെ പിൻവലിച്ച് നോഹയെ ലെഫ്റ്റിലേക്ക് മാറ്റി വിപിൻ മോഹനനും വന്നു. തായ്ലൻഡിൽ വെച്ച് നടന്ന ക്യാമ്പിനിടെ പരിക്കേറ്റതിന് ശേഷം വിപിൻ കളിക്കുന്ന ആദ്യത്തെ മത്സരമായിരുന്നു ഇത്. ഇന്നലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരങ്ങളിൽ ഒരാളായിരുന്നു വിപിൻ, മൈക്കിൾ സ്റ്റാറെ മത്സരത്തിന് ശേഷം പറഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സ് മധ്യനിരയിലെ പ്രതിഭയുള്ള താരങ്ങളിൽ ഒരാളായ വിപിൻ ഇന്നലെ രണ്ടാം പകുതി മുഴുവനും കേരള ബ്ലാസ്റ്റേഴ്സ് മധ്യനിരയിലെ പ്രതിഭയുള്ള താരങ്ങളിൽ ഒരാളാണ് വിപിൻ മോഹനൻ. ഇന്നലെ രണ്ടാം പകുതി മുഴുവൻ അദ്ദേഹം കളിച്ചിരുന്നു. 2 കീ പാസുകൾ നൽകാൻ താരത്തിന് ഈ സമയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞിരുന്നു. 7 ലോങ് ബോളുകൾ നൽകിയതിൽ 6 കൃത്യതയോടെ പൂർത്തിയാക്കിയത് താരത്തിന്റെ പാസിംഗ് മികവിനെ എടുത്തു കാണിക്കുന്നതാണ്. പുതിയ പരിശീലകന്റെ പുതിയ ശൈലിയുമായി ഇണങ്ങിച്ചേരാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞാൽ ടീമിന് കൂടുതൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്നുറപ്പാണ്.